ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ അക്കാഡമി. സോ ഇപ്പോൾ കറൻ്റിലി നമുക്കിപ്പോൾ ഉള്ളത് മെയ് ബാച്ചാണ്. സോ മെയ് ബാച്ച് 3 വീക്സ് ആയി. അവരെ ലാസ്റ്റത്തെ വീക്സിക്കായി അവർ ആദ്യം ബേസിക്സ് പഠിച്ചു, അതുപോലെ തന്നെ സ്ട്രാറ്റജി. ഇപ്പോൾ മൂന്നാമത്തെ വീക്സിൽ അവർ ട്രേഡ്സൊക്കെ എടുത്തു. ഓക്കെ, ട്രേഡൊക്കെ എടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ചോദിച്ചോക്കാം അവർ നമ്മൾ ഈ 3 വീക്സ് നിന്നതും അതേപോലെ ട്രേഡ് എടുത്തതും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. വായോ. സോ ക്ലാസ്സിലിപ്പോൾ സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോട് നമുക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 വീക്സ് ഓഫ് ടൈമായി. ഞാൻ കംപ്ലീറ്റ് ബിഗിനറായിട്ടാണ് ഇവിടെ എത്തിയത്. ഇതിൻ്റെ ബേസിക്സ് പോലും എനിക്കറിയത്തില്ലായിരുന്നു. നമുക്ക് ഇനീഷ്യൽ 1 വീക്കിൽ തന്നെ നമുക്കിതിനെ പറ്റിയിട്ട് ഒരു ക്യാൻഡിൽ എങ്ങനെ റീഡ് ചെയ്യണം, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു സ്ട്രാറ്റജി, നമ്മളൊരു സെറ്റപ്പ് എങ്ങനെ കണ്ടുപിടിക്കണം, ഇപ്പം നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പും നമ്മൾ എങ്ങനെ നമ്മുടെ ട്രേഡ് പ്ലോട്ട് ചെയ്യണം, ലെവൽസ് എങ്ങനെ മാർക്ക് ചെയ്യണം. ഒരു ബിഗിനറിന് എനിക്കിപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഓരോ ഡേയിലും നമുക്ക് വരുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനുപരി നമ്മളിപ്പോൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുവാണെങ്കിലും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇതുവരെ നമ്മുടെ സ്ട്രാറ്റജീസ് എല്ലാം വളരെ ഓൾമോസ്റ്റ് 80% നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. എൻ്റെ പേര് ശരത് എന്നാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ മെൻറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. റിസ്ക് മാനേജ്മെൻ്റ് ആയാലും എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം, സ്ട്രാറ്റജി വൈസ് ആയാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ 1, 2, 3 എത്ര വട്ടം ചോദിച്ചാലും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നിട്ടുണ്ട്. ഇത് നമുക്ക് മെയിൻലി ഇപ്പോൾ സൈക്കോളജി വൈസ് ആണ്. ഇപ്പോൾ നമുക്ക് 80% സൈക്കോളജിയും 20% സ്ട്രാറ്റജിയാണ് വരുന്നത്. അതിൽ 80% സൈക്കോളജിയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ മെഡിറ്റേഷൻ ആയാലും അതുപോലെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്കത് ഇവിടുന്ന് വീട്ടിലേക്ക് പോയാലും അത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്ന രീതിയിൽ ഇവർ നല്ല രീതിയിൽ സപ്പോർട്ടീവാണ്. എങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഗൈഡൻസ് തരുന്നുണ്ട്. ഇവിടുന്ന് പോയാലും നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇവരെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ പറഞ്ഞു തരുന്നുണ്ട്. കമ്മ്യൂണിറ്റീസ്, ഒരു ഡിസ്കോഡ് എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ ഹെൽപ്പാണ്. എനിക്ക് എന്തായാലും ഇത് വളരെ വെർത്താണ്. ഹായ്, എൻ്റെ പേര് ജിജിൻ രാജ്. ഞാനിപ്പോൾ 3 ആഴ്ചയായി ഇവിടെ വന്നിട്ട് ഫോറക്സ് പഠിക്കാനായിട്ട്. ആക്ച്വലി ഒരു 2-3 വർഷമായിട്ട് ഫോറക്സ് മാർക്കറ്റിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അത് ഫോറക്സ് മാർക്കറ്റ് കൈകാര്യം ചെയ്യാനായിട്ട് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. ഇവിടെ വന്നു ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞുള്ള 2 ആഴ്ച കൊണ്ട് അത്യാവശ്യം ഈ ഫോറക്സിൽ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം എനിക്കിപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്ട്രാറ്റജി ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ ദിവസത്തെ ചാർട്ട് അനലൈസ് ചെയ്ത് നമ്മൾ ഓരോ ദിവസം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എത്ര തവണ നമ്മൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വരെ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ മെൻറ്റേഴ്സിനും വളരെ സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അതുമാത്രമല്ല ഇവിടെയുള്ള മറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് ലഭിക്കുകയും ഓരോ ദിവസവും ഓരോ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൽ നിന്ന് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട്. ഇവിടെ നബീലേക്ക് ഇരിക്കണേ നമുക്ക്. സോ നബീൽക്കാട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന്. നബീൽക്ക, എങ്ങനെയുണ്ട് ട്രേഡിങ്, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. എക്സ്പീരിയൻസ് ഇതിപ്പോൾ 21 ദിവസം നമ്മളിപ്പോൾ ആവാറായി. ഇപ്പം 19 ദിവസം കൊണ്ടായി. 19 ദിവസം പോയി സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. മെനഞ്ഞാന്ന് വന്നൊരു ഫീലാണ്. പിന്നെ ഇവിടെ പയ്യന്മാരായാലും നിങ്ങളാണെങ്കിൽ എല്ലാവരും ഒരേ വൈബിലും ഒരേ മനസ്സോടെ നിൽക്കുന്ന പയ്യന്മാരാണ്. ഫുഡാണെങ്കിലും എല്ലാം ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ഫീൽ അങ്ങനെയൊന്നുമല്ല, എല്ലാം ഒരു നമ്മളെ ഹോംലി ഫീലാണ് ഇവിടെ മൊത്തം. പിന്നെ ട്രേഡിങ്ങിൻ്റെ കേസാണെങ്കിൽ ട്രേഡിങ് ഞാൻ വേറൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പേര് പറയുന്നില്ല. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓൺലൈനായിട്ടാണ്. അതെന്താ, നമുക്കൊരു എന്ത് ചോദിക്കണമെന്ന അങ്ങനെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത് ലൈവ് ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഈ റെക്കോർഡ് ക്ലാസ്സാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് കേട്ടിട്ട് എനിക്ക് എന്ത് മനസ്സിലാവുന്നില്ല, ഒന്നും ആവത്തില്ലായിരുന്നു. അത് പിന്നെ വിളിച്ചാലൊന്നും അവരധികം കിട്ടത്തുമില്ല. 24 അവർ മെൻറ്റർ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അവിടെ നിന്ന് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്. നിങ്ങളുടെ അല്ല, നമ്മുടെ വീഡിയോ കാണുന്നത്. ഓക്കെ, അത്
വീഡിയോ കണ്ട് ഞാൻ എന്തോ മനസ്സിൽ എങ്ങനെ ആവണം ഒരു സ്ഥലത്ത് പോയി പഠിക്കണം എന്നുള്ള അതെനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിലൊരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. സമയം ഇവിടെ വന്നപ്പോഴത്തേക്ക് അതേ സെയിം ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഉറങ്ങാനും കാര്യങ്ങളെല്ലാം ഉള്ളത്. എപ്പോഴും 24 hour നമ്മളിവിടെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആരടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരാം. ഇവിടെ നിന്ന് കുക്കാണെങ്കിലും ഇവിടെയുള്ള എല്ലാവരും ട്രേഡേഴ്സാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെന്താ, പിന്നെ സത്യം പറഞ്ഞാൽ ശരീരമൊക്കെ അനങ്ങി ഒന്ന് നടക്കേ അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ട് കുറേ നാളായി. ഒന്ന് ശരീരം അനങ്ങി ഒന്ന് നടക്കേ അല്ലെങ്കിൽ ഒന്ന് കളിക്കേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുറേ നാളായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എല്ലാം ഒരു ചിട്ടയായി. സത്യം രാവിലെ എണീക്കുന്നുണ്ട്, പിന്നെ വൈകുന്നേരം കളിക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയി വീട്ടിൽ പോയാലും ഇതെല്ലാം ഇതേപോലെ തന്നെ നടക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയാലും ശരി, എൻ്റെ ജോലി കഴിഞ്ഞാലും ശരി, എനിക്കത് ജോലിയുടെ കൂടെ ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നും ഇപ്പം വൈകുന്നേരം പയ്യന്മാരുടെ കളിക്കാൻ പോകണമെങ്കിലും അതെന്നെ കൊണ്ട് ഇനി പറ്റും. ഞാൻ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് എനിക്കത് പറ്റത്തില്ല, എൻ്റെ ടൈം മൊത്തം എനിക്ക് ആ ഇതിലോട്ടൊക്കെ എൻഗേജ് ആവണം എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൊണ്ടുപോകും. ഓക്കെ. സോ നമുക്കിവിടെ ദീപക് ഇരിക്കുന്നുണ്ട്. ദീപകിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടോ അറിഞ്ഞിട്ടില്ല. കാരണം മെൻറ്റേഴ്സ് എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, രാത്രിയൊക്കെ ഒരുമിച്ച് ചിലവഴിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരോടും എല്ലാം സംശയം ചോദിക്കാൻ പറ്റും. കാരണം ഒരു ചടപ്പുണ്ടാവില്ല ആരോടും സംശയം ചോദിക്കാനൊന്നും. മെൻറ്റേഴ്സ് ആണല്ലോ, അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഇതില്ല. കാരണം നമ്മളെല്ലാവരും അത്രയും ഫ്രീ ആയിരിക്കും എല്ലാവരോടും. അതുകൊണ്ട് തന്നെ ആ സംശയം എല്ലാം ചോദിക്കാൻ പറ്റും. എന്ത് മണ്ടത്തരമാണെങ്കിലും ചോദിക്കാൻ പറ്റും. അത് മൊത്തം ക്ലിയർ ആക്കാനും പറ്റും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ രാവിലത്തെ എക്സസൈസ് ആണെങ്കിൽ എനിക്കിപ്പോൾ ബുക്ക് വായിക്കാനൊക്കെ ശീലം തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ബുക്കൊന്നും വായിച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ബുക്ക് വായിക്കാൻ തുടങ്ങുന്നത്. രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി. ഇതാ അവിടെ ഷാക്കിർ ബോർഡ് വായിക്കുന്നുണ്ട്. സോ നമുക്ക് ചോദിച്ചൊക്കെ എങ്ങനെയുണ്ട് ആളെ എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ ഓറ ക്യാമ്പിൽ വന്നിട്ട് ഒരു 19 ദിവസമായി. ദിവസം പോയതുപോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാര്യം ഇവിടുത്തെ സ്റ്റുഡൻസ് ആയാലും ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നില്ല, കാര്യം നമ്മളെല്ലാവരും ഫാമിലിയെ പോലെ ഒരുമിച്ച് കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞതല്ല. അപ്പോൾ ഞാൻ മുമ്പ് ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് കുറച്ചുള്ള ആളാണ്. അപ്പം ആദ്യം ഇന്ത്യൻ മാർക്കറ്റിലായിരുന്നു, പിന്നെ ഫുള്ള് ഇതേപോലെ ചെയ്ത് പിന്നെ ഫുള്ള് ലോസ് കണ്ട് അവസാനം എൻ്റെ സൈക്കോളജി ഒന്ന് സെറ്റാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് വന്നത്. എന്തായാലും ഇപ്പോൾ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇത് പുറമേ കാണുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഈ നമ്മളെ കോഴ്സ് മാത്രം പഠിപ്പിച്ച് വിടുന്ന. അപ്പം അങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ അവിടെ പഠിക്കുന്ന 2-3 മണിക്കൂർ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ വേറെ കാര്യങ്ങളിൽ എൻഗേജ് ആവും. അപ്പം അതുമായിട്ടുള്ളൊരു കണക്ഷൻ അപ്പോഴേ വിട്ടുപോകും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാവരും മെൻറ്റേഴ്സ് ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് ഒരു വീട്ടിൽ താമസിച്ച് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ളൊരു റുട്ടീനിൽ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു റുട്ടീൻ സെറ്റാക്കി നമ്മുടെ ജീവിത ശൈലി തന്നെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പം വീഡിയോ ഇവരെ ആഡ് കണ്ടിട്ടാണ് ഞാൻ വന്നത് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം എനിക്ക് വേണ്ട ഒരു കാര്യം ആണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പോഴേ കയറി. അങ്ങനെ ഇവിടെ വന്നു ഇപ്പം 19 ദിവസമായി. എനിക്കൊന്ന് ഇതേപോലുള്ളൊരു പഠന രീതി വേറെ ആദ്യമായിട്ടായിരിക്കും ഇവിടെ തുടങ്ങുന്നത്. വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ബുക്ക് വായനയൊക്കെ തുടങ്ങി.
ബുക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ബുക്ക് പോലും ഞാൻ വായിച്ചിട്ടില്ല. ഇന്നൊരു 2-3 ബുക്ക് ഞാൻ വായിച്ചു തീർത്തു. അപ്പോൾ എൻ്റെ ജീവിത ശൈലി തന്നെ മാറി. രാവിലെ എണീക്കാൻ തുടങ്ങി, എക്സസൈസ് ഇതുപോലുള്ള പല ആക്ടിവിറ്റീസിൽ എൻ്റെ റുട്ടീനായി കൊണ്ടുവന്നു. അപ്പം ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഓറ ടീമിന് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ. ഇപ്പോൾ ഒരു ചേഞ്ച് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ ഈ ഓറ ടീമിനാണ്.